കൂട്ടുകാരെ ജാഗ്രത. എന്താണെന്നല്ലേ? ഗ്യാസ് ബുക്കിങ്ങിൻ്റെ മറവിലും സൈബർ തട്ടിപ്പ് കേട്ടോ. അപ്പോൾ അത് പറയുന്നത് തിരുവനന്തപുരം ഗ്യാസ് സിലിണ്ടർ ബുക്കിങ്ങിൻ്റെയും ബിൽ അപ്ഡേഷൻ്റെയും പേരിലും സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പ് സംഘങ്ങൾ പണം തട്ടിയെടുക്കുന്നു. സിലിണ്ടറുകളുടെ ലഭ്യത കുറവ് മുതലെടുത്താണ് തട്ടിപ്പുകാർ ഉപഭോക്താക്കളെ വലയിലാക്കുന്നത്. അത് പറയുന്നത് ഫോണിലേക്ക് എത്തുന്ന ടെക്സ്റ്റ് സന്ദേശത്തിനും വാട്സപ്പ് സന്ദേശത്തിനും പ്രതികരിച്ചവരാണ് തട്ടിപ്പിന് ഇരയായത്. തട്ടിപ്പുകാർ വാട്സപ്പിൽ ഒരു ലിങ്ക് അയയ്ക്കുകയും ഗ്യാസ് ലഭിക്കാനോ കുടിശ്ശിക തീർക്കാനോ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ഫോണിൻ്റെ പൂർണ്ണ നിയന്ത്രണം തട്ടിപ്പുകാരുടെ കൈവശമാകും. ഇതിലൂടെ ഫോണിലുള്ള ബാങ്ക് വിവരങ്ങളും UPI പിൻ നമ്പറുകളും ചോർത്തി അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചാണ് തട്ടിപ്പ് കേട്ടോ. അപ്പോൾ ഇതിനുള്ള സൈബർ പോലീസിൻ്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വാട്സപ്പ് വഴിയോ SMS വഴിയോ ലഭിക്കുന്ന ഫയലുകൾ ഒരു കാരണവശാലും ഇൻസ്റ്റാൾ ചെയ്യരുത്. സിലിണ്ടർ ബുക്കിങ്ങിനും പേയ്മെൻറ്റിനുമായി ഗ്യാസ് ഏജൻസികളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളോ മൊബൈൽ ആപ്പുകളോ മാത്രം ഉപയോഗിക്കുക. അടിയന്തര സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ പരിഭ്രാന്തരാകാതെ അതിൻ്റെ സത്യാവസ്ഥ നേരിട്ട് ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തുക കേട്ടോ. ബാങ്ക് വിവരങ്ങളോ പാസ്വേഡുകളോ അപരിചിതമായ വെബ്സൈറ്റുകളിലോ ആപ്പുകളിലോ നൽകരുത്. സൈബർ തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന പോർട്ടൽ വഴിയോ പരാതി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ബി കെയർഫുൾ. ഓക്കെ, God bless you. Thank you for watching.